ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് ആധാരം എന്താണ്? ഭാഗ്യമാണോ അതോ ലക്ഷ്യബോധമാണോ? റെഡ് കാർഡ് തിയറി എന്ന വളരെ ഫേമസ് ആയ ഒരു തിയറി ഉണ്ട്. അതായത് നിങ്ങളൊരു ചുവപ്പ് കളറുള്ള കാറ് വാങ്ങുവാൻ തീരുമാനിച്ചു മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ റോഡിൽ ഇറങ്ങുമ്പോൾ കാണുന്നത് കൂടുതലും ചുവപ്പ് കളറുള്ള കാറുകളായിരിക്കും. കാറിൻ്റെ എണ്ണമൊന്നും വർദ്ധിക്കുന്നില്ല, പിന്നെയോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആയതുകൊണ്ട് അത് കാണാൻ സാധ്യത വളരെ അധികമാണ്. ബൈബിളിലെ ചിന്തനീയമായ ഒരു ചരിത്രം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. അത് ഹാഗാറിൻ്റെ ചരിത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ഹാഗാർ പറയുന്നു, ഞാനിനെ കാണാൻ പോകുന്നത് ഒരു മരണമാണ്. അവളുടെ ഫോക്കസ്, അറ്റൻഷൻ മുഴുവൻ മരണത്തിലേക്കായിരുന്നു. അതിൻ്റെ ഭീകരമായ പരിണിത ഫലം എന്താണെന്നോ? ഹാഗാറിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം തുറന്നിരുന്ന ഒരു നീററയുണ്ടായിരുന്നു. അതുപോലും കാണുവാൻ ഹാഗാറിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു. ഹാഗാറിൻ്റെ കണ്ണുകൾ കൊണ്ട് അവൾക്ക് ഒന്നേ കാണുവാൻ കഴിയുമായിരുന്നുള്ളൂ, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ നീരുറവ. ഇത് രണ്ടും ഒരുമിച്ച് കാണുവാൻ ഒരു വ്യക്തിക്ക് കഴിയുകയില്ല. ഒരു രാത്രി മുഴുവൻ തിരമാലകളാൽ അലഞ്ഞ് തണ്ടു വലിച്ചു വലഞ്ഞ യേശുവിൻ്റെ ശിഷ്യന്മാർ കടലിന് മുകളിൽ കൂടെ നടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് പറയുന്നത് കേട്ടോ, ഇത് ഭൂതമാണ് എന്നാണ്. അവരുടെ ഫോക്കസ് ഉയർന്നു വരുന്ന ആ തിരമാലകളിലായിരുന്നു. എന്നാൽ അതിൽ ഒരാളായ പത്രോസ് തൻ്റെ ഫോക്കസ്, അറ്റൻഷൻ ആ യേശുവിൻ്റെ മുഖത്തേക്ക് മാറ്റുകയാണ്. പിന്നീട് നടന്നത് വലിയ ചരിത്രമായി മാറി. പത്രോസ് ആ തിരമാലകൾക്ക് മുകളിലൂടെ നടക്കുവാൻ തുടങ്ങി. മറ്റുള്ളവർ ചിലപ്പോൾ പറയുമായിരിക്കും, ഹോ, പത്രോസിൻ്റെ ഒരു ഭാഗ്യം. ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, അത് ഭാഗ്യമായിരുന്നോ അതോ പത്രോസ് തൻ്റെ ഫോക്കസ് യേശുവിലേക്ക് മാറ്റിയതിൻ്റെ റിസൾട്ടായിരുന്നോ? നമ്മുടെ ഫോക്കസ് എവിടെയാണ്? നമ്മുടെ അറ്റൻഷൻ എവിടെയാണ്? യേശുവിലാണോ? യേശുവിൻ്റെ വാക്കുകളിലാണോ? ആണെങ്കിൽ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് ചരിത്രം തന്നെ മാറ്റി എഴുതാൻ ദൈവത്തിന് കഴിയും. ഗോഡ് ബ്ലെസ് യു.